ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മൾ പഴയ എന്താ പറയുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് 2023 ഡിസംബറിൽ നടന്ന ഒരു LGS പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 100 മാർക്കിന്റെ ചോദ്യം 100 മാർക്കിന്റെ ചോദ്യമാണ്. 1.5 മണിക്കൂറായിരുന്നു ഈ ഒരു പരീക്ഷ. 245/2021 എന്നാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെത്. ഓക്കെ, നമുക്ക് ചോദ്യവും ഉത്തരവും എന്ന രീതിയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? 4 ഓപ്ഷൻ. ഉത്തരം ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചിരിക്കുന്നത്. 2, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് വന്നത്? 4 ഓപ്ഷൻ. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, പ്ലാനിംഗ് കമ്മീഷൻ ആണ്. എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തതാരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തതാരാണ്? ഓപ്ഷൻ എ, ബീഗം ഹസ്രത് മഹൽ ആണ്. ആരാണ്? ബീഗം ഹസ്രത് മഹൽ. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻസ് മറ്റേതായി ഇനിയിപ്പോ നമ്മളിപ്പോ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞു, ഇനി അതിൽ ബ്രഹ്മാനന്ദ ശിവയോഗി, വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഈ 3 ഓപ്ഷനും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇവിടെ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, അതിൽ ലോക്പാൽ, ഇലക്ഷൻ കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ ഈ നാനാ സാഹിബ്, താന്തിയ തോപ്പി, മൗലവി അഹമ്മദുള്ള എന്നിവർ എവിടെയാണ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെന്ന് കൂടി പഠിക്കുക. 1857 സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും അടിച്ചമർത്തിയത് ആരാണെന്ന് കൂടി നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? അതായത് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ഇതിന്റെ ശരിയായ ഉത്തരം. അപ്പൊ ദണ്ഡി മാർച്ചും ബംഗാൾ വിഭജനവും ചൗരി ചൗരാക്രമവും എന്ത് ചെയ്യുക, അവിടെ പഠിക്കുക. അഞ്ചാമത്തെ ചോദ്യം: അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഇതിൽ ഓപ്ഷൻ ബി, പ്ലേഗ് ബോണസ് ആണ്. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായത്. മറ്റു ഓപ്ഷനുകൾ കൂടി നിങ്ങൾ നോക്കുക. ഇവിടെ ഈ 6ാമത്തെ ചോദ്യം എന്താണ്? ഇവിടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 7ാമത്തെ ചോദ്യം എങ്ങനെയാണ്: സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, വിദ്യാപോഷിണിയാണ്. ഏതാണ്? വിദ്യാപോഷിണിയാണ് ഉത്തരമായി വരുന്നത്. ഇനി 8ാമത്തെ ചോദ്യം: കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ, 140 ആണ്. മുൻപ് 141 ഉണ്ടായിരുന്നു. ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻ പ്രകൃതി ഇല്ലാത്തത് കൊണ്ട് 140 തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 9ാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? നിങ്ങൾ എടുത്തു ചാടി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് എഴുതരുത്. അദ്ദേഹം ഇതിന്റെ പത്രാധിപരായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രമായ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ചോദിച്ചാൽ ഓപ്ഷൻ ഡി, CP ഗോവിന്ദപിള്ളയാണ് ഉത്തരം. CP ഗോവിന്ദപിള്ളയാണ് ഉത്തരമെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇതിന്റെ പത്രാധിപരായിരുന്നു. അത് പിന്നീടാണ്. ആദ്യത്തെ പത്രാധിപർ ചോദിച്ചാൽ CP ഗോവിന്ദപിള്ള. 10ാമത്തെ ചോദ്യം: മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഓപ്ഷൻ ബി, ചാന്നാർ ലഹളയാണ്. ഏതാണ്? ചാന്നാർ ലഹള. ഇനി 11ാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഈ താഴെ പറയുന്ന 4 ഓപ്ഷനുകൾ ഏതാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഓപ്ഷൻ സി, തലയ്ക്കൽ ചന്തുവാണ്. ഏതാണ്? തലയ്ക്കൽ ചന്തു. 12ാമത്തെ ചോദ്യം: വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? അതായത് വിവരാവകാശ നിയമപ്രകാരം എന്താണ്? പൊതുജനങ്ങൾക്ക് വിവരം നൽകുന്നതിൽ കാലതാമസം വരുത്തിയാൽ, ഈ ഒരു കാലതാമസം വരുത്തിയാൽ അല്ലെങ്കിൽ അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ, 250 രൂപയാണ്. ഓരോ ദിവസവും 250 രൂപ കൊടുക്കണം, കൊടുക്കുന്നത് വരെ. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം എങ്ങനെയാണ്: രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി, സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതെന്ന് ഓർക്കുക. ഇനി 14ാമത്തെ ചോദ്യമാണ്:
സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ചോദിച്ചാൽ ഓപ്ഷൻ എ ലാല ലജ്പത് റായ് ആണ്. ലാല ലജ്പത് റായ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുക? താഴെ പറയുന്നതിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി രാഷ്ട്രപതിയെയാണ്. രാഷ്ട്രപതി. ഓക്കെ. അടുത്തത് 16ാമത്തെ ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം എവിടെയാണ്? ഓപ്ഷൻ എ ലാഹോറിലാണ്. എവിടെയാണ്? ലാഹോർ. 17ാമത്തെ ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 86ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എന്ന് ഓർക്കുക. 18ാമത്തെ ചോദ്യം, താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിനാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത്. 19ാമത്തെ ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1. ഉദാരവത്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. 2. സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. 3. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരി എന്ന് പറയുന്നത്. 3 തെറ്റാണ്. ഓക്കെ. ഉദാരവൽക്കരണം എന്ന് പറയുന്ന നയം എന്ന് പറയുന്നത് വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. അതുപോലെ സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണെന്നാണ്. എന്നാൽ 3ാമത് തെറ്റാണ്. ഓക്കെ. ഇതാണ് 19ാമത്തെ. 20ാമത്തെ ചോദ്യം എങ്ങനെയാണ്? കൂട്ടത്തിൽ ചേരാത്തത് ഏത്? കൂട്ടത്തിൽ ചേരാത്തത് 1. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, 2. സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, 3. വിദ്യാഭ്യാസ ഗവേഷണത്തിന് പരിശീലനത്തിനുള്ള സമിതി, 4. മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. ഇതിൽ ഓപ്ഷൻ ഡി 4ആണ് എന്ത് കൂട്ടത്തിൽ ചേരാത്തത്. ബാക്കിയെല്ലാം എന്താണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അടുത്ത 21ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്? ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അഥവാ നബാർഡാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി 22ാമത്തെ ചോദ്യം, ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ എ ഗാട്ടിന്റെ പിൻഗാമിയായ ഗാട്ട് എന്നതിന്റെ പിൻഗാമിയായിട്ട്. 23 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഏത് രാജ്യത്തേക്കാണ് ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലുള്ളത്? ഓപ്ഷൻ ബി അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഉള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്തത് 25ാമത്തെ ചോദ്യം ചോദിച്ചാൽ ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ഡെറാഡൂൺ ആണ്. ഏതാണ്? ഡെറാഡൂൺ. അടുത്തത് 26ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ? പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ്. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി എന്നറിയപ്പെടുന്നത്. 27ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം? ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം അത് കുറിഞ്ഞിമലയാണ്. ഓപ്ഷൻ ഡി കുറിഞ്ഞിമല. നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന സസ്യത്തിന്റെ സംരക്ഷണാർത്ഥമാണ് ഈ ഒരു ദേശീയോദ്യാനം സ്ഥാപിച്ചിരിക്കുന്നത്. 28 ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഓപ്ഷൻ ബി മേടം 1 ആണ്. ഏതാണ്? മേടം 1. 29 നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്
ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. 30ാമത്തെ ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ സി മുംബൈ ആണ്. മുംബൈ. 31 കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് പമ്പ, ചാലിയാർ, കല്ലടയാർ, പെരിയാർ. ഏതാണ്? ഓപ്ഷൻ ബി കല്ലടയാറാണ്. കല്ലടയാർ. 32 മലനാടില്ലാത്ത ജില്ല ഏത്? മലനാടില്ലാത്ത ജില്ല ഓപ്ഷൻ സി ആലപ്പുഴയാണ്. 33 പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം എത്രയാണ്? ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ. 34ാമത്തെ ചോദ്യം, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഓപ്ഷൻ ഡി NH 544. NH 544 ആണ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. 36ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ. അതായത് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് ഓപ്ഷൻ ബി കാൽ വൈശാഖി. ഏതാണ്? കാൽ വൈശാഖി എന്ന് പറയുന്നത്. 37 ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഒരൊറ്റ ഉത്തരേ ഉള്ളത് പൂക്കോട് തടാകം. ഓപ്ഷൻ സി പൂക്കോട് തടാകം. ഇതില് വെള്ളായണിക്കായൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ശാസ്താംകോട്ട കായൽ എവിടെയാണ്? കൊല്ലത്താണ്. ഇവയൊന്നുമല്ല എന്ന് കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങ് ഉത്തര കേരളത്തിലേക്ക് വരുന്ന പൂക്കോട് തടാകം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. 38 മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ ഈയിടെ മരണപ്പെട്ട സിംഹം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ ഈയിടെ മരണപ്പെട്ട സിംഹത്തിന്റെ പേരാണ് ഓപ്ഷൻ എ ജസ്പ. എന്താണ്? ജസ്പ. 39 കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? അത് വി അബ്ദുറഹ്മാൻ ആണ്. വി അബ്ദുറഹ്മാൻ. അടുത്തത് 40ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഓപ്ഷൻ എ ഗോദാവരി. ഓപ്ഷൻ എ ഗോദാവരി. 41ാമത്തെ ചോദ്യം, തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ഓപ്ഷൻ ബി 12%. ഓപ്ഷൻ ബി 12%. 42ാമത്തെ ചോദ്യം, ചണമുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം. ചണമുൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം ഓപ്ഷൻ സി ഇന്ത്യ. ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യ. 43ാമത്തെ ചോദ്യം, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫിയാണ് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി. 44ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത്. 1 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948 ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉമാണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഓക്കെ. അടുത്തത് 45ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? ഉചിതമായത്. 1 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നതിന് പ്രാധാന്യം കൊടുത്തു. 3ാമത് 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടു. 4ാമത് 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. ഇതിൽ ഉചിതമായത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉമാണ്. 1ഉം 2ഉം 3ഉം. 4 തെറ്റാണെന്നാണ്. ഓക്കെ. 1ഉം 2ഉം 3ഉമാണ് ശരി. അടുത്തത് 46ാമത്തെ ചോദ്യം, ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി എന്നത് ഇസ്രായേലിലെ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇസ്രായേലിലെ. അടുത്തത് 47ാമത്തെ ചോദ്യം, പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യസഭയാണ്? ഇംഗ്ലണ്ട്. ഓപ്ഷൻ സി ഇംഗ്ലണ്ടിലെ സഭയാണ് പ്രഭുസഭ. അടുത്തത് 48ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഇതിലേതാണ്? ഓപ്ഷൻ ഡി ഒരു ചെയർപേഴ്സണും
5 മുഴുവൻ സമയ അംഗങ്ങളും 7 ഡീംഡ് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ്. ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ എന്നിവർ ചേരുന്നതാണ്. അടുത്തത് 49ാമത്തെ ചോദ്യം, ആരുടെ നോവലാണ് വല്ലി? വല്ലി എന്നത് ആരുടെ നോവലാണ്? ഓപ്ഷൻ ഡി ഷീല ടോമിയുടെ നോവലാണ് വല്ലി. ഓക്കെ, 50ാമത്തെ ചോദ്യവും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 51ാമത്തെ ചോദ്യം, 51 ക്യാൻസൽ അല്ല, ഈ 50ാമത്തെ ചോദ്യം ഇതൊന്നുമല്ല എന്നതാണ് ഉത്തരം. സോറി, 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഇതൊന്നുമല്ല എന്നതാണ് ഉത്തരം. 51ാമത്തെ ചോദ്യം, പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കർണാടകയാണ്. ഓപ്ഷൻ ഡി കർണാടക. അടുത്ത 52ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ശരിയായത് കണ്ടെത്തുക. ശരിയായത് കണ്ടെത്തുക. 1 ജിമ്മി ജോർജ് വോളിബോൾ, പ്രീജ ശ്രീധരൻ നീന്തൽ, ബോബി അലോഷ്യസ് ഹൈ ജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ഇതിൽ ശരിയായത് ഏതാണ്? 1, 3, 4 ശരി. 1, 3, 4 ശരിയാണ്. 2 എന്താണ്? തെറ്റാണ്. 2 തെറ്റാണ്. അടുത്തത് 53, കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? ഓപ്ഷൻ ബി മാങ്ങയാണ് കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്തത്. 54ാമത്തെ ചോദ്യം, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം, അതായത് ആദ്യത്തെ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ് ഒരു ആഹാര ശൃംഖലയിൽ? അത് ഓപ്ഷൻ എ മാംസബുക്കാണ്. മാംസബുക്ക്. സസ്യബുക്കിനും വികാരകനും മിശ്രബുക്കിനും എന്താണ് ആദ്യ ഉപഭോക്താവാൻ കഴിയും, എന്നാൽ മാംസബുക്കിന് അത് കഴിയില്ല. അടുത്ത 55ാമത്തെ ചോദ്യം, ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം ഡി ആണ്. സൂര്യപ്രകാശത്തിലൂടെയൊക്കെ ലഭിക്കുന്നത്. ഓക്കെ. അടുത്ത 56, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ഓപ്ഷൻ സി ചർവണകമാണ്. ചർവണകം. 57ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ഇരവികുളം. ഓപ്ഷൻ ബി ഇരവികുളമാണ്. നീലഗിരി താർ എവിടെയാണ്? ഇരവികുളത്താണ്. അടുത്ത 58ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ജീവികളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത ജീവകം, അത് ഓപ്ഷൻ എ ടോക്കോഫെറോൾ ആണ്. ഏതാണ്? ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ. ബാക്കി 3 തയാമിനും നിയാസിനും റൈബോഫ്ലാവിനും എന്താണ് ബി കോംപ്ലക്സ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത 59ാമത്തെ ചോദ്യം, മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം കണ്ടെത്താനാണ്? മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം കണ്ടെത്താനാണ്, അല്ലെങ്കിൽ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഉത്തരം മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഹൈഡ്രജൻ പെറോക്സൈഡ് മണ്ണ് പരിശോധനയിൽ ഉപയോഗിക്കുന്നത് മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് 60ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും? ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും? അത് ഓപ്ഷൻ ബി ഒറ്റ ഉത്തരം വെളുപ്പായിരിക്കും. ഏതാണ്? വെളുപ്പ്. 61ാമത്തെ ചോദ്യം, നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്. അതായത് നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കും, എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അതാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓപ്ഷൻ എ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ഇങ്ങനെ ആവുന്നത്. ഓക്കെ. 62ാമത്തെ ചോദ്യം, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിട്ടുണ്ട്. ഇതിൽ ഏതിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ഡി 5 എന്നതിലാണ് കുമ്മായം ചേർക്കേണ്ടത്. 63ാമത്തെ ചോദ്യത്തിലേക്ക്. 63, സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1, വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. 2, ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. 3, പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും. ഏതാണ് ഉത്തരം? 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി
1ഉം 2ഉം മാത്രമാണ് ശരി, 3 തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. 1ഉം 2ഉം ശരിയാണ്. അടുത്തത് 64ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. 2. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. 3. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഇതിൽ ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരി. ഈ മൂന്നാമത്തത് തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്ത 65ാമത്തെ ചോദ്യം, 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? അത് വാലി ഫങ്ക്. ഓപ്ഷൻ സി വാലി ഫങ്ക് ആണ്. വാലി ഫങ്ക്. 66ാമത്തെ ചോദ്യം, ഗാനിമിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമിഡ് ഏതു ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഗാനിമിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഈ ഗാനിമിഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഓപ്ഷൻ എ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. 67ാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? ഓപ്ഷൻ എ പെൻ എഡീസ് ആണ്. പെൻ എഡീസ് ആണ് ഡെങ്കിപ്പനി പരത്തുന്നത്. 68ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇതിൽ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് AB രക്തഗ്രൂപ്പ് ഇത് സാർവത്രിക ദാതാവ് എന്നതാണ് ഒറ്റപ്പെട്ടത്. DPT എന്ന് പറയുന്ന വാക്സിൻ ആണ്. ഡോട്ട്സ് ക്ഷയത്തിനാണ്. അഡ്രിനാലിൻ ഹോർമോൺ ആണ്. എന്നാൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവല്ല. 69, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ഓപ്ഷൻ ബി യുടെ കുറവ് മൂലമാണ്. അടുത്തത് 70ാമത്തെ ചോദ്യം, നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഓപ്ഷൻ ബി എയ്ഡ്സുമായി ബന്ധപ്പെട്ട സംഘടനയാണ്. 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? ജലജന്യ രോഗം താഴെ തന്നിരിക്കുന്ന ഏതാണ്? അത് ഓപ്ഷൻ സി കോളറയാണ്. കോളറ. 72ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കണ്ണിന്റെ ഏത് ഭാഗമാണ്? ഓപ്ഷൻ ഡി കോർണിയയാണ് മാറ്റിവെക്കുന്നത്. കോർണിയ. അടുത്ത 73ാമത്തെ ചോദ്യം, ഉത്തേജക മരുന്നിന്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏതാണ്? ഉത്തേജക മരുന്നിന്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തതെല്ലാം. അതായത് മുഖക്കുരു ഉണ്ടാവും, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മക എന്നിവയൊക്കെ ഉണ്ടാവും. 74, അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അർബുദത്തിന്റെ ലക്ഷണമാണ്. അർബുദം. ഓക്കെ. അടുത്ത 75ാമത്തെ ചോദ്യം, വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏതു ധാതുവിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഏത് ധാതുവിന്റെ കുറവാണ്? അത് ഓപ്ഷൻ ബി ഇരുമ്പിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. 76ാമത്തെ ചോദ്യം, കേരളത്തിൽ സാന്ത്വന പരിചരണ നയം. കേരളത്തിൽ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി 2008 പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വന്നത്. 2008. അടുത്ത 7ാമത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് വൈറ്റമിൻ എയുടെ കുറവാണ്. വൈറ്റമിൻ എയുടെ കുറവ്. അടുത്ത 78ാമത്തെ ചോദ്യം, കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. ഏതാണ്? മെഡിക്കൽ കോളേജ് ആശുപത്രി. അടുത്ത 79ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി കേരളമാണ്. ഓപ്ഷൻ സി കേരളം. അപ്പൊ നമ്മൾ 79 GK ചോദ്യങ്ങൾ ഇവിടെ കണ്ടു. ഇനി അടുത്ത 80ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാരം അനുപാതം എത്രയാണ്? അതായത് BMI ശരീരഭാര അനുപാതം എത്രയാണ്? അത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 18.5 മുതൽ 24.9 കിലോഗ്രാം പെർ മാസ് സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ്. അപ്പൊ 80
എന്താണ് GK ചോദ്യങ്ങൾ. ഇനി നമ്മൾ എന്താണ് മാത്സ് ആണ്. 81ാമത്തെ മാത്സിന്റെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 82 10⁻6/10⁻3 എത്രയാണെന്ന് എഴുതുക. ഓപ്ഷൻ എ 1000 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 83 1 - 1/4 എത്രയാണ്. അത് 3/4 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, 3/4. 84 നമുക്ക് 4 - 1 3 3 - 1/4 എന്ന് പറയുമ്പോൾ അല്ല, ഒരു 4 4 4 - 1 3/4 വരും. ഓക്കെ, അടുത്ത 2.5 × 2.5 എത്രയാണ്. 6.25 ആണ്. 6.25. അടുത്ത 85ാമത്തെ ചോദ്യം 3 + 8 × 8 ÷ 10 × 10 എത്രയാണ്. അത് 0.67. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് 86 1.6 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്. 1 കിലോമീറ്റർ ആണ്. 1 മൈലാണ് 1.6 കിലോമീറ്റർ എന്ന് പറയുന്നത്. 87ാമത്തെ ചോദ്യം 1.75ന്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക. 1.75ന്റെ ഭിന്നസംഖ്യാരൂപം 7/4 എന്നതാണ്. 7/4. 88ാമത്തെ ചോദ്യം 80% ഡാഷ് ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്. 80% എന്ന് പറയുന്നത് 4/5 ഭിന്നസംഖ്യയ്ക്ക് തുല്യമാണ്. 89 ഒരു കച്ചവടക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഡി 900. അടുത്തത് 200ന്റെ 20% എത്രയാണ്. ഓപ്ഷൻ സി 40 ആണ് ഉത്തരം. ഓക്കെ, അടുത്ത 91 വ്യത്യസ്തമായത് എഴുതുക. ഇതിൽ മൂന്നാറാണ് വ്യത്യസ്തമായത്. ഓക്കെ, ബാക്കിയെല്ലാം ഒരു ജില്ലയാണ്. ട്രിവാൻഡ്രം ജില്ല, കണ്ണൂർ ജില്ല, കൊല്ലം. എന്നാൽ മൂന്നാർ ഒരു ജില്ലയിൽ അത് ഇടുക്കിയാണ് വരുന്നത്. 92 ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എന്നത് ഇതാ ഇങ്ങനെ NBM BQ QV SBM എന്ന് എഴുതിയിരിക്കുന്നു. ആ കോഡ് ഭാഷയിൽ കാസർഗോഡ് എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റും. കാസർഗോഡ് എന്ന് എങ്ങനെ എഴുതാൻ പറ്റും. അത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത 93 1 5 ക്വസ്റ്റ്യൻ മാർക്ക് 66 250 ഡാഷ്. അത് ഓപ്ഷൻ ബി 18 ആണ്. 18. അടുത്ത 94 ABC CDE ക്വസ്റ്റ്യൻ മാർക്ക് GHI ഡാഷ് 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 ഏതാണ്. EFG. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരിക. 95 10 × 4 ഹരിക്കണം 5 കൂട്ടണം 5 - 2 ലഘൂകരിച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി 20 കിട്ടും. അടുത്തത് 96ാമത്തെ ചോദ്യം DEHL ക്വസ്റ്റ്യൻ മാർക്ക് ഡാഷ് ഡാഷ് ഡാഷ്. അടുത്തത് AP ആണ് ഉത്തരം. 97 ഡോർ വുഡ് ഹൗസ് ഡാഷ്. ഹൗസ് എന്ന് പറയുന്നത് സിമെന്റ് ആണ്. സിമെന്റ്. 98 വ്യത്യസ്തമായത് കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ എ ആണ് വ്യത്യസ്തമായത്. 99 12 14 16 ക്വസ്റ്റ്യൻ മാർക്ക് ഏതാണ്. ഓപ്ഷൻ സി 18 ആണ് ഉത്തരം വരിക. 12 2 14 14 2 16 14 2 18. അടുത്ത -12ൽ നിന്നും -10 കുറയ്ക്കുക. ഉത്തരം -2. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. നിങ്ങൾ ഈ ഒരു കാര്യം ഒന്നും കൂടി എഴുതി പഠിക്കുക. അതായത് ഒന്നും കൂടി ഈ ചോദ്യവും ഉത്തരവും വിശദമായി ഒന്ന് പഠിച്ചു പോവുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര രീതിയിൽ ഇതിന്റെ മാർക്ക്, അതായത് നിങ്ങളൊരു OMR എക്സാം എഴുതുന്ന പോലെ തന്നെ ഒന്ന് എഴുതി നോക്കുക. ഇത് കണ്ടാലും സാരമില്ല, ഒന്ന് എഴുതി നോക്കുക. ആദ്യം മുതൽ എത്ര പേർക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, ഉത്തരങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് നോക്കുക. ഇങ്ങനെ കുറച്ചധികം ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിലേക്ക് ഇമ്പ്രൂവ് ആകും. അതുമാത്രമല്ല ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും ആവർത്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താം. പിന്നെ ലൈക്ക് അത് നിർബന്ധമാണ് ചെയ്യുക. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.